ഹലോ ഫ്രണ്ട്സ്, എവർക്കും സൈലന്റ് PSCയിലേക്ക് വീണ്ടും സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ തന്നെ അവസ്ഥ കുറേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, മോട്ടിവേഷൻ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതായത് LDC പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പഠിക്കണോ അതോ 10th മെയിൻസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിട്ട് അത് ഉണ്ടെങ്കിൽ അതിന് പഠിച്ചാൽ മതിയോ, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നൊക്കെ ആയിട്ട് ആകെ കൂടെ ഒരു മൊത്തത്തിൽ സുഖമില്ലാത്തൊരവസ്ഥ എന്ന് പറയാൻ പറ്റും. അതായത് പലരും പല അവസ്ഥകളിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ഘട്ട അവസ്ഥ. LDCന്ന് പഠിച്ചിങ്ങോട്ട് പോരുകയും ചെയ്തു, എന്നാലോ വേറെ ഒന്നിലോട്ട് കറക്റ്റ് ആയിട്ടോട്ട് എത്തിയതുമില്ല. അതിന്റെ ലിസ്റ്റുകൾ വരുന്ന തിരക്കും കട്ട് ഓഫിന്റെ തിരക്കും ഒക്കെ കൂടെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ എന്തൊക്കെയോ തോന്നുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് പലരും എന്ത് ചെയ്തിട്ടുണ്ട്, മടുത്ത അവസ്ഥയിലേക്ക് വരെ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ രീതിയിൽ എന്താണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പലർക്കും പല അവസ്ഥകളാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു അവസ്ഥയിലൂടെ അങ്ങനെ കടന്നു പോകുന്നതേ ഉള്ളൂ. അതായത് മൊത്തത്തില് സുഖമില്ലാത്ത ഒരു അവസ്ഥ, അത് എല്ലാവർക്കും ഉള്ളതാണ്. മൊത്തത്തിൽ സുഖമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും സുഖമുള്ള ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയിലൂടെ ഫുൾ ടൈം കടന്നു പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ അതിന്റെ പുറകിൽ എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അത് വെറുതെ വരുന്നില്ല, നമ്മൾ അനുഭവിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തിപ്പിടിച്ചെങ്കിലേ വരുള്ളൂ. അപ്പൊ ഒരു കയറ്റം ഉണ്ടെങ്കിൽ എന്തായാലും ഒരിറക്കം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഴമക്കാരൊക്കെ പറയുന്ന പോലെ നമ്മളും കരുതുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തോ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നൊക്കെ പലർക്കും തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥ. എന്തെങ്കിലും അസുഖം ഉണ്ടോ? അസുഖമൊന്നുമില്ല, എന്നാലും ഒരു സുഖമില്ലാത്ത പോലെ, സുഖമില്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ തലയിൽ കയറൂല എന്ന് വിശ്വസിച്ച ഒരവസ്ഥ അങ്ങനെ പോകുന്നു. മറ്റൊന്ന് പറയുന്നത് പഠിക്കണമെന്നുണ്ട്, പക്ഷേ വിചാരിച്ച പോലെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അത് കുറെ പേരുടെ പ്രശ്നം. എനിക്ക് പഠിക്കണം, ലിസ്റ്റിൽ വരണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്, കട്ടക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പുസ്തകം അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ചിന്ത ഏതിലൂടെയൊക്കെയാ പോണത് എനിക്ക് തന്നെ അറിയുന്നില്ല. പ്രശ്നങ്ങൾ മൊത്തം എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് പുസ്തകം അങ്ങോട്ട് എടുത്തിരുന്നാലാണ്. പഠനം മാത്രം നടക്കുന്നില്ല, ബാക്കിയുള്ളതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള അവസ്ഥ. ഇനിയോ എന്റെ പ്രശ്നം കൊണ്ടല്ല എനിക്ക് ജോലി കിട്ടാത്തത്. കൂടുതൽ പേരും വിശ്വസിക്കുന്ന ഒന്നാണ് ഏത്, എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ചുറ്റുപാടും എന്റെ സാഹചര്യവും ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണ്, PSCന്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണ് എനിക്ക് എന്ത് കിട്ടാത്തത്, എനിക്ക് ജോലി കിട്ടാത്തത് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാനൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ട് LDന്റെ സിലബസിലൂടെയൊക്കെ ഞാൻ കറക്റ്റ് പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ച് നല്ല രീതിയിൽ കവർ ചെയ്ത് എക്സാമിന് പോയി. പക്ഷെ ഞാൻ പഠിച്ചൊന്നും അല്ല വന്നത്. ഞാനൊരു ലെവലിൽ പഠിക്കുമ്പോൾ PSC വേറൊരു ലെവലിൽ ചോദിക്കും. എന്നിട്ട് ഞാനിനി ആ ലെവലിൽ പഠിച്ചാൽ അപ്പൊ PSC ലെവൽ മാറ്റും. അപ്പൊ എന്റെ കുഴപ്പം കൊണ്ടല്ല, വേറെ എന്തിൻ്റെയൊക്കെയോ കുഴപ്പം കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത്. പിന്നെയോ 10th ലെവൽ ഫോക്കസ് ചെയ്യണോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫോക്കസ് ചെയ്യണോ? LD കഴിഞ്ഞിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്തു, എന്നാ പിന്നെ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റിൽ ഒരു കസേര എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പഠിച്ചു തുടങ്ങി. പക്ഷേ ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഗ്രി ലെവലിന്റെ സിലബസും ഒക്കെ അങ്ങോട്ട് വായിച്ച് പഠിച്ച് നോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നല്, എന്നെ കൊണ്ട് കഴിയോ എന്നുള്ളൊരു ലെവലില് LDന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ലെവലിലോട്ട് എത്തിയതുമില്ല. എന്നിട്ട് രണ്ടിലും കെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ASM അസിസ്റ്റന്റ് സെയിൽസ്മാൻ വിളിച്ചു, ഞാൻ ASMലേക്ക് തിരിച്ചു പോണോ? മനസ്സ് പറയുന്നു അതാവുമ്പോ നിനക്ക് LDCന്റെ സിലബസ് ആണ്, ഈ ആൾറെഡി എന്ത് ചെയ്തതാണ്, LDന്റെ സിലബസിലൊക്കെ ഒരു നല്ല പഠനം പഠിച്ചതാണ്, അതുകൊണ്ടൊന്ന് പൊടി തട്ടിയെടുത്താൽ അവിടെ വലിയ മെനക്കെടില്ലാതെ നിനക്ക് അവിടെ റാങ്ക് ലിസ്റ്റിൽ കയറാം. സെക്രട്ടേറിയറ്റ് നിങ്ങൾ തിരിച്ചു പോതേക്ക്. പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഒരു കസേര ഞാൻ സ്വപ്നം കണ്ടതല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോവാനും വയ്യ, ഇതാണെങ്കിൽ അങ്ങോട്ട് കയറി എത്താനും പറ്റാത്ത പോലെ എന്ന രണ്ടിലും കെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുറെ പേരുണ്ട്. ഇനിയോ LDC കഴിഞ്ഞപ്പോ പിന്നെ ഒന്നിനൊരു മൂഡില്ലാത്ത അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പഠനം മാത്രമേ നടക്കാത്തുള്ളൂ,
ബാക്കി അതിന്റെ ഇടയിൽ കൂടെ ഓണം കഴിഞ്ഞു പോകുന്നുണ്ട്, ക്രിസ്മസ് കഴിഞ്ഞു പോകുന്നുണ്ട്, നമ്മുടെ ഷോപ്പിംഗ് ഉണ്ട്, നമ്മുടെ ഔട്ടിംഗ് ഉണ്ട്, സിനിമക്ക് പോക്കുണ്ട്, പെരുന്നാൾ കഴിയുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊന്നും മൂടില്ലാത്ത അവസ്ഥയല്ല. പെരുന്നാളിന് മൂടില്ല, അല്ലെങ്കിൽ ഓണത്തിന് മൂടില്ല, ക്രിസ്മസിന് മൂടില്ല, പടത്തിന് മൂടില്ല, ഇതിനൊന്നും മൂടില്ലാത്ത അവസ്ഥയില്ല. പക്ഷേ LDC അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നില്ല, പഠിക്കാനൊരു മൂടില്ല എന്നുള്ള. പക്ഷേ ആ ലിസ്റ്റിൽ കയറി കൂടിയ ആളുകൾ അത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ട് തന്നെയാണ് അവരെന്ത് ചെയ്തത്, കയറിക്കൂടിയത്. അതായത് നമ്മളൊക്കെ പഠിച്ച അതേ സമയത്ത് നമ്മളെപ്പോലെ തന്നെ പഠിച്ച ആളുകൾ തന്നെയാണ് എന്ത് ചെയ്തത്, അവിടെ ലിസ്റ്റിൽ കയറിക്കൂടിയത്. അതുപോലെ നമുക്കും കയറണോ? ഇപ്പൊ മൂടില്ലാത്ത പോലെ ഇരുന്നിട്ട് കാര്യമില്ല. വേറെ പല പ്രതിസന്ധികളും വരും. അത് നിങ്ങൾക്ക് മൂടില്ലെങ്കിലും അനുഭവിക്കേണ്ടി വരും. അതിനിപ്പോ പണിയെടുക്കണം. അതിനിപ്പോ പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞ് നല്ല രീതിയിലേക്ക് നമ്മുടെ ലൈഫ് പോവുള്ളൂ. അപ്പൊ ചിലർ പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പ്രതിസന്ധിയൊക്കെ വരുമ്പോ അപ്പൊ നോക്കിയാൽ പോരെ, ഇപ്പൊ തന്നെ അതിനു വേണ്ടി ഒരുക്കേണ്ട കാര്യമുണ്ടോ? ഒരു പ്രതിസന്ധി നമ്മുടെ ലൈഫിലേക്ക് അങ്ങോട്ട് വരുമ്പോ നമുക്ക് ആ പ്രതിസന്ധിയുടെ നെല്ലും പതിരും വേർതിരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ എടുത്തെറിയപ്പെട്ട പോലെ ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് പ്രതിസന്ധികൾ വരുന്നത്. അപ്പൊ ആ സമയത്ത് പിന്നെ നമുക്ക് പഠിച്ച് ജോലി നേടിയെടുക്കാനുള്ള സാഹചര്യം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്, നമുക്ക് എന്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരു മൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയോ കുറെ പഠിച്ചിട്ട് എന്താ കാര്യം? നിയമനമൊന്നും അതിന് കാര്യമായിട്ട് നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. അതായത് നമുക്ക് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യായീകരണമുണ്ട്. ഇപ്പൊ പൊതുവെ എന്ത് കുറവാ, നിയമനം കുറവാണ്. ഇപ്പത്തെ PSC ചെയർമാന് ഒരു ഹോബി പോലെ എക്സാമുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ടും കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുന്നില്ല. നിയമനവും കാര്യമായിട്ട് നടത്തുന്നില്ല. എക്സാമും നോട്ടിഫിക്കേഷനും മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. ലിസ്റ്റിൽ കയറിയവർക്ക് തന്നെ നിയമനമില്ല, പിന്നെയാണ് എനിക്ക് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ലിസ്റ്റിൽ കയറിയിട്ട് നിയമനം തീരെ നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യമുള്ളവരൊക്കെ അവിടെ കയറുന്നുണ്ട്, ലിസ്റ്റിലും കയറുന്നുണ്ട്, ജോലിയും വാങ്ങുന്നുണ്ട്. നേരത്തെ പോലെ ഉള്ള അത്ര നിയമനം ഇല്ല എന്നത് സത്യം തന്നെയാണ്. മുമ്പ് കാലങ്ങളിൽ നടന്നിരുന്ന അത്രത്തോളം നിയമനം എന്ത് ചെയ്യുന്നില്ല, നിയമനം നടക്കുന്നില്ല, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള അപാകതകൾ അവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലിസ്റ്റിൽ എന്ത് ചെയ്യൂല, അടുത്ത കാലത്ത് വരുന്നില്ല. അതിന്റെ കാരണക്കാരൻ ആര് തന്നെയാ? നമ്മൾ തന്നെയാണ്. സുഖമില്ലാത്ത പോലെ ഇരുന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പഠിക്കാൻ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നൊരു മൂടില്ല, സുഖമില്ല, എന്തോ മറവി ബാധിച്ച പോലെ, പിന്നെ പഠിച്ചതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. പഠിക്കാതിരിക്കാൻ ഒരു 100 കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഭൂലോക തോൽവിയാണെന്ന് അർത്ഥം. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇപ്പൊ എല്ലാ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമ്പന്നൻ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പണക്കാരന്റെ മക്കൾ എന്നുള്ള ആ ഒരു ലെവലിലേക്കല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെ പ്രതിസന്ധി ഉണ്ട്. കൂടെയുള്ളവരൊന്നും നമുക്ക് അത്ര വലിയ സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ പഠിച്ചോ, നിനക്ക് പഠിക്കാനുള്ള എല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും തന്ന് ഒരിടത്ത് ഇരുത്തുകയല്ല ചെയ്യുന്നത്. നമുക്ക് ചുറ്റും പ്രതിസന്ധികളുണ്ട്, ഇല്ലായ്മകളുണ്ട്, ജോലിയില്ല, ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. അതന്നെയാണ് പഠനത്തിലേക്കുള്ള പോസിറ്റീവ് സാഹചര്യങ്ങൾ. നമ്മളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മകൾ പറയുമ്പോഴൊക്കെയും നമ്മൾ ഒരൊറ്റ കാരണം കണ്ടെത്തിയാൽ മതി, ഈ ഇല്ലായ്മകളും പ്രതിസന്ധികളും ഒക്കെ മാറും. ഞാൻ ഈ ജോലി അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറും എന്നുള്ളത്. നമ്മൾ സാധാരണ ഈ ചില ആളുകളൊക്കെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന നിമിഷം വരെ തോന്നിപ്പോകുന്നുണ്ട്. അപ്പോ ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അയാള് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാരണം കണ്ടെത്തിയാൽ അയാൾ അതിനെ തരണം ചെയ്ത് ആ പ്രതിസന്ധി മറികടന്ന് വരും എന്ന പോലെ നമുക്കിപ്പോ
നമ്മൾ കുറെ പഠിച്ചു, നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റും നമ്മുടെ സപ്പോർട്ടുകൾ, അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഇവരൊക്കെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ കൂടെയുള്ള സമയത്ത് അവരുടെ ഇടയിലേക്ക് ഒരു ജോലി നേടിക്കൊണ്ട് കയറി വരുമ്പോൾ അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് എത്രയോ മടങ്ങാണ്. അതൊന്നും ഒരിക്കലും വിലമതിക്കാനാവില്ല. നമ്മള് അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജോലിയൊക്കെ വാങ്ങിയിട്ട് അമ്മ എനിക്ക് ജോലി കിട്ടി, അച്ഛ എനിക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന ആ ഒരു നിമിഷം അത് കുറെ കാലം മെനക്കെട്ട് കിട്ടുന്നതല്ല. നിങ്ങൾ ഈ കുറെ സമയം PSCയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഭാവി തുലച്ചിട്ട് കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം അത് നല്ല രീതിയിൽ തന്നെ എഫേർട്ട് ഇടുക. ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം വേണം. വേറെ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും എന്റെ ജോലി അവിടെ ബാക്കിയുണ്ട് എന്ന് നമുക്ക് തോന്നണം. ആ ലെവലിൽ നമ്മളോട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പല ഘടകങ്ങളും ആയിരിക്കും. നമുക്ക് പുറത്തുള്ള ഒരുപാട് ഘടകങ്ങളായിരിക്കും നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേരാവണ്ണം പഠിക്കാൻ പറ്റുന്നില്ല, ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് നിലവിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വേറെ ഹെൽത്ത് പ്രോബ്ലംസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത തന്നെ നല്ല കാര്യം എന്ന് പറയാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ പഠിച്ചതിനൊക്കെ ഒരു ഫലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഒരുപാട് കാലം ഇതിന് പുറകെ നടക്കാൻ ഇനി നമുക്ക് സമയമില്ല. ഉള്ള കുറച്ച് സമയം LDയിൽ നിന്ന് പോകുന്നവർ സെക്രട്ടേറിയറ്റ് ആണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ഞാൻ കണ്ടതാണ്. ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ കണ്ടതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവലിനനുസരിച്ച് ഞാൻ പഠിച്ച്, മെയ് 24 ആണല്ലോ ആദ്യത്തെ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്നത്. ആ ഡേറ്റിലേക്ക് ഞാൻ എന്തായാലും ഡിഗ്രി ലെവലിൽ തന്നെ റെഡിയാവും. അല്ലാതെ ഞാൻ ഈ രണ്ടിലും കെട്ട അവസ്ഥയിൽ നിന്നിട്ട് അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് പോകുന്നില്ല. എന്റെ ലക്ഷ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള എക്സാമിലേക്ക് ഒന്നും ഞാനിപ്പോ എന്ത് ചെയ്തില്ല, കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് നിങ്ങൾ പഠനം ആ ലെവലിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിലിംസും ക്ലിയർ ചെയ്യും. ഒപ്പം നിങ്ങൾക്ക് വരുന്ന ബാക്കിയുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ള പരീക്ഷകളിലും ഈ പഠനത്തിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് ഡിഗ്രി ലെവലിലേക്ക് എത്തില്ല എന്ന് നിങ്ങൾക്ക് അത്രത്തോളം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ 10th ലെവലിന്റെ ബേസും ബാക്കിയുള്ള സിലബസ് കംപ്ലീറ്റ് വീണ്ടും റിവിഷൻ അടിച്ച് LDCക്ക് നിങ്ങൾ എന്ത് ഡ്രോബാക്ക് ആണോ നിങ്ങളെ ലിസ്റ്റിൽ പെടുത്താതിരുന്നത് അതെല്ലാം തിരുത്തിക്കൊണ്ട് ഓരോ ഏരിയയിലും നന്നായിട്ട് പണിയെടുത്ത് റിവിഷൻ അടിച്ച് എന്ത് ചെയ്യുക. എന്തായാലും ഇവിടുന്ന് മോളിലോട്ട് സെക്രട്ടേറിയറ്റിൽ പോക്ക് നടക്കൂല. എന്നാ പിന്നെ എനിക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എങ്കിലും നേടി എന്നെ തന്നെ കാണിക്കണം എന്ന് നമുക്ക് നമ്മളോട് കടപ്പാട് വേണം. അല്ലാതെ മറ്റുള്ളവരോടോ സൊസൈറ്റിയോടോ ഒന്നുമല്ല. നമ്മൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ച് കുറെ ക്വാളിഫിക്കേഷൻ ഒക്കെ നേടി ഇപ്പോഴും നമ്മളിങ്ങനെ സീറോയിൽ നിൽക്കുന്നില്ലേ. ആ സീറോയിൽ നിന്ന് ഞാൻ സീറോ അല്ല എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. സെക്കൻഡേ എനിക്ക് ആരെ ബോധ്യപ്പെടുത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങി. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് സമയം കളഞ്ഞിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തിനൊക്കെയാണ് സമയം കളയുന്നത്. അവസ്ഥ, നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ഫാക്ട് കൂടെ കേട്ടിരുന്നു. അവസ്ഥ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? UR അനന്തമൂർത്തിയുടെ. നമ്മൾ ആരുടെ അവസ്ഥയാണ് പറയുന്നത്? നിങ്ങളുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. യുവർ എന്നുള്ള ലെവലിൽ കണ്ടാൽ UR അനന്തമൂർത്തി എന്നുള്ള ഒരു പേരും കൂടെ ഇതിന്റെ ഇടയിൽ പോട്ടെ. അപ്പോ ഇങ്ങനെ രാത്രി ഉറക്കമില്ലാതെ സമയം കളയുന്നവരുണ്ട്. ഉറക്കമില്ലാതെ കുത്തിയിരുന്ന് പഠിക്കല്ല, ഉറക്കമില്ലാതെ ആലോചിച്ച് സമയം കളയുന്ന എത്രയോ പേരുണ്ട്. എന്തിനാണ് ഈ സമയം നമ്മൾ കളയുന്നത്? ഞാനൊന്നും അല്ലാതായി പോയത്, എന്തേ ഞാൻ മാത്രം ഇങ്ങനെ, എന്റെ ലൈഫ് എന്താ സെറ്റ് ആവാത്തത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തയുടെ പുറകെ അങ്ങനെ പോവുക. നാളെ എന്താവും എന്നാലോചിച്ചിട്ടും ഒപ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വൈപ്പ് ചെയ്ത് അങ്ങനെ മൊബൈലിലൂടെ നമ്മൾ കയറി പോവുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മള്
റീലുകളും ഷോർട്ടുകളും ഒക്കെ കണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരു റീല് സങ്കടമാണെങ്കിൽ അടുത്ത റീല് ചിലപ്പോൾ സന്തോഷമായിരിക്കും, അടുത്തത് കോമഡി ആയിരിക്കും, അടുത്തത് ചിലപ്പോൾ ഭയങ്കര സെന്റിമെന്റൽ ആയിരിക്കാം. ഇങ്ങനെ ഇമോഷൻസ് മാറി 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 നമ്മൾ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. നമ്മുടെ ലൈഫ് വെറുതെ കുറെ ആലോചിച്ച് സമയം കളയുന്ന അവസ്ഥയിലേക്ക് നമ്മളും പോകുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും, അതായത് നമ്മുടെ സ്ക്രീൻ ടൈം എത്രയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, നമ്മളൊന്ന് അറിയാൻ വേണ്ടി, വേറെ ഒന്നിനുമല്ല. നമ്മളൊരു ദിവസം നമ്മുടെ മൊബൈലിന്റെ സ്ക്രീനിൽ നമ്മൾ എത്ര സമയം നമ്മളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ 10-12 മണിക്കൂറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ മൊബൈൽ സ്ക്രീനിൽ നമ്മളുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫ് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് കളി കളിച്ചോ ഒരു പ്രശ്നമില്ല. കാരണം ലൈഫ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭരിക്കാൻ പറ്റും. ഇപ്പൊ മറ്റു കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു കരക്കെത്തുമ്പോ പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരെന്നെയായിരിക്കും? നമ്മുടെ ഫിനാൻഷ്യൽ, അതായത് നമുക്കൊരു ജോലി ആയി കഴിഞ്ഞാൽ മാസം സാലറീഡായി പണം എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ കടം വാങ്ങണം, കൊടുക്കണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം നമ്മൾ തന്നെയാണ് ചെലവാക്കുന്നത്, നമ്മളെ തന്നെയാണ് ബോധ്യപ്പെടുത്താറുള്ളത്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ മാത്രമായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് കരകയറണം എന്ന് മനസ്സുകൊണ്ട് അത്രത്തോളം ആഗ്രഹിക്കുമ്പോൾ മനസ്സിൽ കുറെ പുറകോട്ടടിക്കുന്ന കുറെ കാര്യങ്ങൾ വരും. നമ്മളെ തളർത്താൻ വേറൊരാളല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ തളർത്തുന്നത്. ഒരു എക്സാമ്പിൾ, നമ്മൾ രാവിലെ അലാം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, 5 മണിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. നാളെ ഞാൻ 5 മണിക്ക് എണീറ്റ് വായിക്കും എന്ന് പറഞ്ഞ് അലാം വെച്ച് നമ്മൾ അലാം അടിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പറയാണ്, വേഗം ബട്ടൺ അമർത്തിക്കോ, ഒരു 5 മിനിറ്റ് കൂടെയൊക്കെ കിടന്നൊന്ന് റിലാക്സ് ആയിട്ട് എണീറ്റാൽ മതി എന്ന് പറയും. ഒന്നാലോചിച്ച് നോക്കി, വേറൊരാളല്ല നമ്മളെ ആ തോന്നൽ ഉണ്ടാക്കുന്നത്, വേറൊരാളല്ല നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് പറയുക. നമ്മൾ തിരിച്ചു പറയണം, ഈ 5 മിനിറ്റ് കിടന്നാൽ നീ ഇനി ഉറങ്ങും, കുറെ ഉറങ്ങും, പിന്നെ നീ 7-8 മണിയാവും എണീക്കുമ്പോ. നമ്മളെ കുറച്ചൊക്കെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ഒരു കരക്കെത്തിച്ചിട്ട് പിന്നെ നിങ്ങൾ കിടന്നു പോയിക്കോ, ഒരു പ്രശ്നമില്ല. കാരണം ഈ ഒരു ലെവലിലേക്ക് പ്രതിസന്ധി മറികടന്ന് വന്നെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നമുക്ക് ലക്ഷ്യം പൂർത്തീകരിച്ച് നടന്നു പോകുമ്പോൾ നമുക്ക് സ്ലോ മോഷനിൽ നടക്കാം. നമ്മളെ കുറ്റപ്പെടുത്തിയ ആളുകളും വിമർശിച്ച ആളുകളും നീയൊന്നും എവിടെയും എത്തൂല എന്നൊക്കെ തള്ളി പറഞ്ഞവർക്കൊക്കെ മുന്നിലൂടെ ഒരു ചെറു പുഞ്ചിരിയായിട്ടൊക്കെ നടന്നു പോകുമ്പോഴേ നമ്മൾ അനുഭവിച്ച പ്രതിസന്ധികളെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചിരിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങളും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അഡ്വൈസ് വരുന്ന ദിവസം എത്രയും പെട്ടെന്ന്, ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല, എത്രയും പെട്ടെന്ന് എത്തുന്നത് നിങ്ങൾ വേഗം ടാർഗറ്റ് ചെയ്തോ. എങ്കിലേ നിങ്ങൾക്കും ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കാർ ഓഫീസുകളിൽ രജിസ്റ്ററിൽ ഒപ്പിട്ട് അഡ്വൈസ് കിട്ടി അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്ന ശേഷം നിങ്ങൾക്കും പോയി ഇതുപോലെ ഒപ്പിട്ട് കയറാവുന്ന ആ സുന്ദര നിമിഷം എത്രയും അടുത്ത് കണ്ടോ. വെറുതെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് നമ്മളെ പുറകോട്ട് നയിക്കാൻ ഒരു 100,000 കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ മുന്നോട്ട് നയിക്കാൻ ഒരൊറ്റ കാരണം കണ്ടെത്തിയാൽ മതി. എനിക്ക് ജീവിക്കണം, എനിക്ക് ഒറ്റക്കാലിൽ നിൽക്കണം, എന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വരുമാനം വേണം, എനിക്കൊരു സ്റ്റാറ്റസ് വേണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ച് അതിനുള്ള പണിയെടുത്തോ. വെറുതെ ഇരുന്നിട്ട് എളുപ്പപ്പണിയിലൂടെ ഒരിക്കലും ജോലി ഇങ്ങോട്ടേക്ക് വന്നു ചേരൂല. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ LD-ന്റെ ഒക്കെ പരീക്ഷ എഴുതിയ ആളുകൾക്ക് സംഭവിച്ച ഡ്രോബാക്ക് എന്ന് പറയുന്നത്, സിലബസിലൂടെ നന്നായിട്ട് ഇരുന്ന് പഠിച്ചു, പക്ഷേ ആ കാലഘട്ടത്തിൽ നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളൊന്നും കാണുന്നില്ല. ഇന്നത്തെ ഭൂരിഭാഗം ആളുകളും എന്ത് ചെയ്യുന്നില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 2021 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിഗ്രി ലെവൽ ആണെങ്കിൽ ഡിഗ്രി ലെവൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം. ബാക്കി 10th ലെവൽ ആണെങ്കിൽ 21 മുതൽ ഇങ്ങോട്ടേക്ക് പുതിയ പാറ്റേണിൽ നടന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം വർക്ക്ഔട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നിലവിലെ ട്രെൻഡിനനുസരിച്ച് അതിലൂടെ പോകുമ്പോഴേ
കറന്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PSC അടിക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ സമയത്തെ പരീക്ഷയുടെ ട്രെൻഡ് എന്താന്നുള്ളത് അറിയുന്നത്. ഏത് രീതിയിലാണ് PSC ചോദ്യം ഇടുന്നത്. ഓരോ ആഴ്ചയിലും PSC പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ PSCയുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയും PSCയുടെ അതേ റേഞ്ചിൽ കട്ടക്ക് നിന്നുകൊണ്ട് ആ ഏരിയ കംപ്ലീറ്റ് പഠിച്ച് നമ്മൾ സിലബസിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠനം നടക്കും. അതുകൊണ്ട് ഇനി വൈകണ്ട, പണിയെടുത്തോ. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളെ തന്നെ ജീവനോടെ ജീവിപ്പിക്കണം. ചത്ത പോലെ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചത്ത പോലെ ജീവിക്കാനാണെങ്കിൽ ഒരു ജോലിയുടെയും ആവശ്യമില്ല. നമ്മളൊക്കെ സാഹചര്യം കൊണ്ട്, ഗതികേട് കൊണ്ട് കിടത്തണ്ടയിലും മറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകൾ കണ്ടിട്ടില്ലേ? അവരൊന്നും PSC പഠിച്ചിട്ടോ ജോലി നേടിയിട്ടോ അല്ല, പക്ഷെ അവരവരുടെ സാഹചര്യം കൊണ്ട് ആയി പോയതാണ്. നമുക്ക് ജീവനുള്ളതുപോലെ തന്നെ ജീവിക്കണം, ജീവിച്ച് കാണിക്കണം. ഒരു ജോലി നേടിയിട്ട് തന്നെ എന്ത് ചെയ്യണം, സമൂഹത്തിൽ ഒരു പദവിയായിട്ട് തന്നെ ജീവിച്ച് കാണിക്കണം. വീണ്ടും പറയുന്നു, പുറകോട്ട് നയിക്കാൻ 100,000 കാരണങ്ങൾ ഉണ്ടാവും. മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ കാരണം കണ്ടെത്തി നിങ്ങൾ മുന്നോട്ടേക്ക് വന്നോ, അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഭരിച്ച് മുന്നേറാം. വേറൊരാളും നിങ്ങളെ മനസ്സിനെ കയ്യേറാനോ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കാനോ വരില്ല. സോ PSCയുടെ അഡ്വൈസ് കയ്യിൽ വരുന്ന ദിവസം നാട്ടുകാരുടെ അഡ്വൈസ് നിൽക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ജീവിതം ഒന്നേ ഉള്ളൂ. സമയവും നിങ്ങളുടേതാണ്, ഭാവിയും നിങ്ങളുടേതാണ്. രണ്ടും ഇപ്പൊ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭാവി നിങ്ങൾക്ക് തന്നെ സമൂഹത്തിൽ ഉയർന്ന ഒരു പദവിയോടുകൂടെ നിങ്ങൾക്ക് ജീവിച്ച് നിങ്ങളെ തന്നെ കാണിക്കാൻ പറ്റും. ഒരുങ്ങിക്കോ, നന്നായിട്ട് പണിയെടുക്കുക. നല്ലൊരു ലക്ഷ്യത്തിലേക്ക് കട്ടക്ക് നിന്നാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രതിസന്ധികളെല്ലാം മാറി ആ സുന്ദര നിമിഷങ്ങൾ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് വന്നു ചേരും. ബാക്കിയുള്ള എല്ലാ പ്രതിസന്ധികളും അതോടുകൂടെ നമുക്ക് ഇല്ലാതാവും. ജീവൻ നഷ്ടപ്പെട്ട നഷ്ടങ്ങളല്ലാത്തതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. വീടായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ വരുന്ന ഒരു ഡേറ്റ് നിങ്ങൾ കുറിച്ചിട്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പണിയെടുക്ക്. വരാനിരിക്കുന്ന പരീക്ഷകളുണ്ട്. ആ പരീക്ഷകൾക്ക് PSCയുടെ കറന്റ് ട്രെൻഡ് അനുസരിച്ച് ഓരോ ആഴ്ചയിലും ചോദ്യ പേപ്പറുകൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നേറുക. തീർച്ചയായിട്ടും ആദ്യ റാങ്കുകളിൽ എൻ്റെ പേര് വരണം, എനിക്ക് ജോലി കിട്ടാൻ ഇത്തിരി ധൃതിയുണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. വെറുതെ കളയുന്ന സമയത്തെ ഉപകാരപ്രദമാക്കി മാറ്റുക. വെറുതെ കളഞ്ഞാൽ നമ്മൾ പിന്നെയും അത്രയും സമയം വീണ്ടും പണിയെടുക്കേണ്ടി വരും. നമ്മുടെ സ്വപ്നം വീണ്ടും നീണ്ട് പോവുകയും ചെയ്യും. ബാക്കിയുള്ളതിലൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളെ ബാധിക്കണ്ട. നിയമനം കുറവാണ്, അല്ലെങ്കിൽ PSCയിലൊക്കെ ഇപ്പോഴും നീ വിശ്വസിക്കുന്നുണ്ടോ, PSC ഇപ്പോഴും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് നമുക്ക് നിയമനം ഒന്നേ നടക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരെണ്ണം എനിക്കാണ് എന്നുള്ള ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കട്ടക്ക് നിന്ന് പഠിക്കണം. ബാക്കി നമുക്ക് സിസ്റ്റവുമായിട്ട് നേടിയെടുക്കാവുന്നത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒഴിവുകളും നമുക്കുള്ള നിയമനങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യുക. സോ കട്ടക്ക് നിന്ന് പഠിച്ചോ, ജോലി നിങ്ങളുടെ കയ്യിലേക്ക് അധികം വൈകാതെ തന്നെ വരും. വീണ്ടും കാണാം. താങ്ക് യു.